ആറ്റിങ്ങൽ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലാവധി ഡിസംബർ 21 പൂർത്തിയായി. തുടർന്ന് 21 പുതിയ ഭരണസമിതി ചുമതലയേറ്റു. ആറ്റിങ്ങൽ നഗരസഭാ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ 32 വാർഡുകളിലെ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. തെരഞ്ഞെടുപ്പ് വരണാധികാരി വി ദിനേശ് മുതിർന്ന അംഗം എം പ്രദീപിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ബാക്കി അംഗങ്ങൾക്ക് എം പ്രദീപ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആറ്റിങ്ങൽ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട എം പ്രദീപ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യയുടെ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ആദ്യ കൗൺസിൽ യോഗവും ചേർന്നു. മുതിർന്ന അംഗം എം പ്രദീപ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. അന്തരിച്ച നടനും സംവിധായകനുമായ ശ്രീനിവാസനെ അനുസ്മരിച്ചാണ് കൗൺസിൽ യോഗ നടപടികൾ ആരംഭിച്ചത്. ആറ്റിങ്ങൽ നഗരസഭയിൽ 5ാം തവണയാണ് LDF ഭരണം ഉറപ്പിച്ചത്. CPM-ലെ എം പ്രദീപ് ചെയർമാനാകുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. LDF 17ഉം UDF-നും NDA-ക്കും 7 വീതവും 2 സ്വതന്ത്ര അംഗങ്ങളും എന്നിങ്ങനെയാണ് കക്ഷിനില. തലസ്ഥാന വാർത്തകൾ, ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Arabian Fashion Jewelry Wholesalers and Manufacturers. ആറ്റിങ്ങൽ, പോത്തൻകോട്, ആലങ്കോട്, തൃശൂർ, ദുബായ്. അതിരുകളില്ലാത്ത ആത്മബന്ധം. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.